ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിന്നിപ്പോൾ ഗുവാഹട്ടിയിലാണുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് പുതിയ ന്യൂ അപ്ഡേറ്റഡ് ഗറില്ല ഫോർട്ടിയാണ്. കാഴ്ചയിൽ ഒരു മാറ്റം നമുക്ക് കാണുന്നുണ്ടാവില്ല, പക്ഷേ മാറ്റങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കോട് കൂടിയിട്ടുള്ള വന്നിട്ടുള്ള കുറച്ച് പെർഫോമൻസ് മാറ്റങ്ങളാണ്. നമുക്ക് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് ആ മാറ്റങ്ങൾ എത്രത്തോളം വാഹനത്തിൻ്റെ റൈഡബിലിറ്റിയും യൂസിബിലിറ്റിയും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. സോ നമ്മുടെ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. സോ മാറ്റങ്ങൾ ഇത് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ബാറാണ്. ഹാൻഡിൽ ബാർ കുറച്ചും കൂടെ ലോവർ ആയിട്ടുണ്ട്, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈഡിങ് ട്രയാങ്കിൾ കുറച്ചും കൂടെ അഗ്രസീവായി, കുറച്ചും കൂടെ നമ്മൾ കമ്മിറ്റഡ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഫ്രണ്ടിൽ വന്നേക്കുന്ന ഈ ഒരു കൗളും ബാക്കിൽ വന്നേക്കുന്ന ഈ ഒരു സീറ്റ് കവറും തന്നെ ഇത് രണ്ടും പുതിയ എഡിഷൻസ് ആണ്. ഇത് വാഹനത്തിൻ്റെ കളർ തീം അനുസരിച്ച്, ഇപ്പോൾ ഏപെക്സ് റെഡ് എന്നൊരു വേരിയൻ്റ് ആണത് കളർ. ആ കളറിനനുസരിച്ചുള്ള കൗള് വന്നേക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ടയറിൻ്റെ മുകളിൽ വന്നേക്കുന്ന ആ ഒരു സ്ട്രിപ്പും, ഇതാണ് ഈ ഡിസൈനിൽ വന്നേക്കുന്ന പ്രൈമറി മാറ്റങ്ങൾ. പെർഫോമൻസ്, അതായത് എഞ്ചിൻ സെയിം ഷെർപ്പ 452 എന്ന് പറയുന്ന ഒരു സെയിം എഞ്ചിനാണ് ഹിമാലയയിൽ വന്നിരിക്കുന്ന എഞ്ചിൻ തന്നെ. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഒന്ന് ട്യൂൺ ആയിട്ടുണ്ട്. ട്യൂൺ ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു റോഡ്സ്റ്റർ സെൻറ്റർ, അതായത് കുറച്ചും കൂടെ ഒരു സ്പോർട്ടിയർ ക്യാരക്ടറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോ എൻഡ് ടോർക്ക്, അതായത് ഭയങ്കര ലോ എൻഡ് ആയിട്ടുള്ള ടോർക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു 3000 RPM മേളിലേക്കാണ് ടോർക്ക് വരുന്നത്. അതിലൊന്നും നേരത്തെ ഉണ്ടായിരുന്ന ഗറില്ലയുടെ പോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ ഗറില്ലയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. കാരണം ഞാൻ കൂടുതലും നേരത്തെ ഉണ്ടായിരുന്ന വാഹനങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് കാണാനാണെങ്കിൽ എന്തായാലും ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബാഴ്സലോണ വെച്ചിരുന്ന റൈഡ് ഹാനിയായിരുന്നു ഇക്കാര്യത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് യു വിൽ ഗെറ്റ് ടു നോ മോർ അബൌട്ട് ദാറ്റ് ഓവർ ദാറ്റ്. പെർഫോമൻസിൻ്റെ കാര്യത്തിലോ എഞ്ചിൻ്റെ കാര്യത്തിലോ ട്യൂണിങ് ഡിഫറൻസിലോ ഒന്നും തന്നെ മാറ്റം വന്നിട്ടില്ല. വന്നിരിക്കുന്ന മെയിൻ മാറ്റം ഞാൻ പറഞ്ഞ പോലെ ഈ റൈഡിങ് ട്രയാങ്കിളാണ്. ഈ റൈഡിങ് ട്രയാങ്കിളിനെ കുറിച്ച് കിടക്കുകയാണെങ്കിൽ, നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഗറില്ല കുറച്ചും കൂടി ഒരു സ്പോർട്ടിയർ ക്യാരക്ടറുള്ള വണ്ടിയാണ്. ഇവിടെയും ആ സ്പോർട്ടി ക്യാരക്ടർ ഇവിടെ നിലനിൽക്കുന്നു. നമുക്ക് ട്രയാങ്കിൾ നേരത്തെ ഹിമാലയൻ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നു ടെഗ്സ് കുറച്ചുകൂടി മേളിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കമ്മിറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ സ്പോർട്ടിയർ, കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടുള്ളൊരു റൈഡിങ് ട്രയാങ്കിളാണ്. പക്ഷേ നേരത്തെ കുറച്ചും കൂടെ അപ്രൈറ്റ് പൊസിഷനായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ കമ്മിറ്റഡ് ആവുകയാണ്, കുറച്ചുകൂടെ നമുക്ക് കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആവുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രാവിലെ ഓടിച്ച് വന്നത് ഗുവാഹട്ടിയുടെ ഒരു ഏകദേശം 70 കിലോമീറ്റേഴ്സാണ് വണ്ടി ഓടിച്ചു നമ്മൾ. ആ ഓടിച്ചതിൽ ഒരു 60 കിലോമീറ്റേഴ്സ് ഫുള്ളായിട്ടുള്ള മൗണ്ടൻ റോഡ്സ് ആയിരുന്നു, നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള കേർവ്സ്. എവിടെയും തന്നെ വാഹനത്തിൻ്റെ ഫുട്ടിങ് നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് വെരി കമ്മിറ്റഡ് ഓൺ ദ റോഡ്. നമുക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്, കുറച്ചുകൂടെ പുഷ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വാഹനം തന്നെ നമുക്ക് തരുന്നു. ദാറ്റ് ഈസ് വെരി ഗുഡ്. റൈഡിങ് പൊസിഷൻ മാറിയപ്പോൾ തന്നെ നമുക്ക് നേരത്തെ കുറച്ചും കൂടെ മേളിലേക്ക് ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ബാലൻസ് കുറച്ചൊരു മാറ്റം വന്നിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ആയപ്പോൾ നമ്മുടെ വെയിറ്റിനെ കുറച്ചുകൂടെ മേളിലേക്ക് വന്നു. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വണ്ടീനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ തന്നെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ്മെൻ്റ് ആയിട്ട് ആൾക്കാർ ചെയ്തിരുന്നു. ബട്ട് നൗ നമുക്ക് ഫാക്ടറി ഫിറ്റ്മെൻ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന മെയിൻ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു സസ്പെൻഷൻ. റയർ സസ്പെൻഷൻ ഇച്ചിരി സ്റ്റിഫായിരുന്നു എന്നുള്ള കാര്യം. ആ സ്റ്റിഫ്നെസ് ഇപ്പോൾ ഒരു കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഹണ്ടറിലും ഈ ഒരു ചെറിയ സെയിം കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ആ കംപ്ലയിൻ്റ് പുതുക്കിയിട്ടാണ് പുതിയ ഹണ്ടർ ഇറങ്ങിയിട്ടില്ല. അതേ സെയിം അപ്ഡേഷൻ ഇതിലും വന്നിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഒരു മോശം സ്ട്രെച്ചിലോട്ട് ഓടിച്ചു. അവിടെ എനിക്ക് ആ ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി കംഫർട്ടബിൾ. പിന്നെ സീറ്റ്സും കാര്യങ്ങളൊന്നും മാറ്റം വന്നിട്ടില്ല. പിന്നെ വന്നിരിക്കുന്ന ടയേഴ്സാണ്. ടയേഴ്സിൻ്റെ കോമ്പൗണ്ടിലും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് വന്നപ്പോൾ കുറച്ചുകൂടെ ടയർ സോഫ്റ്ററായി ആൻഡ് കുറച്ചുകൂടെ നമുക്ക് വാഹനത്തിൻ്റെ ഓടിക്കാനുള്ള യൂസിബിലിറ്റിയിൽ മാറ്റം വരികയാണ്. വേറെ ഒന്നും തന്നെ വാഹനത്തിൽ മാറിയിട്ടില്ല. ബട്ട് ഈ വന്നേക്കുന്ന മാറ്റങ്ങൾ ഒക്കെ തന്നെ വാഹനത്തിൻ്റെ യൂസബിലിറ്റിയും വാഹനത്തിൻ്റെ ഒരു ക്യാരക്ടറും നഷ്ടപ്പെടാത്ത രീതിയിൽ കുറച്ചും കൂടെ ഒരു പെർഫോമൻസ് കൂടിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു യൂസർക്ക്, ഒരു ബയർക്ക്, ഒരു കസ്റ്റമർക്ക് കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നേക്കുന്നത്. ദാറ്റ് ഈസ് എ ഗുഡ് തിങ് ആക്ച്വലി. കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി വാഹനത്തിൻ്റെ ഓവറായിട്ടൊരു ക്യാരക്ടർ നഷ്ടപ്പെടാത്ത രീതിയിലാണ് ആര് ചെയ്തേക്കുന്നത്. ആൻഡ് ഐ എം വെരി മച്ച് അപ്വേർഡ്. കൂടുതൽ മാറ്റങ്ങൾ വരാത്തതാണ് എനിക്കിഷ്ടം. കാരണം ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഒരു വാഹനമാണ്. ഗറില്ല ഈസ് ആക്ച്വലി എനിക്ക് ഓടിച്ചതിൽ ഇഷ്ടപ്പെട്ടൊരു വാഹനത്തിൽ ഒന്നാണ്. ഹിമാലയൻ കുറച്ചും കൂടെ ഒരു വെയിറ്റ് കൂടുതലായിരുന്നു, കുറച്ചും കൂടെ സൈസ് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. ഇത് കുറച്ചും കൂടെ കൺട്രോൾ ആയിട്ടുള്ള സൈസാണ്, കുറച്ചും കൂടെ ചെറുതാണിത് ഹിമാലയൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ, ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ ഇവിടെ നിലനിൽക്കുന്നു. പക്ഷേ കുറച്ചും കൂടെ ഒരു സ്പോർട്ടിയർ ക്യാരക്ടർ നമുക്ക് റൈഡിങ്ങിൽ കിട്ടുമ്പോൾ തന്നെ വാഹനത്തിനോട്ടുള്ള നമ്മളുടെ അപ്രോച്ച് തന്നെ കംപ്ലീറ്റ്ലി മാറുന്നു.
ഇതിനൊരു കോമ്പറ്റീഷൻ വരാൻ പോകുന്ന ഇപ്പോഴും ഡയറക്റ്റ് ഒരു പ്രോപ്പർ കോമ്പറ്റീഷൻ എന്ന് പറയാനുള്ളത് ഇപ്പോഴും സ്പീഡ് 400 തന്നെയാണ്. അത് പ്രൈസും കുറവാണ്. പക്ഷേ ഈ കൂടുതലുള്ള പ്രൈസിന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ നമുക്കൊരു പൊസിഷൻ എന്ന ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് അത് ഇതിലും വന്നിട്ടില്ല. പിന്നെ സ്വിച്ചബിൾ ABS ഒന്നും ഇതിലും വരുന്നില്ല. എന്തായാലും അതൊക്കെ തന്നെ നേരത്തെ ഉള്ള പോലെ തന്നെയാണ്. പിന്നെ ഈ ട്രിപ്പർ കോൺസോളും ഈ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് വന്നേക്കുന്ന ഹിമാലയനിൽ കണ്ട പോലെ തന്നെ ഒരു TFT LCD സ്ക്രീനാണ്. അത് അത്യാവശ്യം നല്ല ക്ലിയർ ആണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആപ്പിൽ വന്നിരിക്കുന്ന മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആപ്പ് നമുക്ക് ഫോണിൽ മിറർ ചെയ്തിട്ടാണ് ആപ്പ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഫോൺ മിറർ ചെയ്തിട്ടാണ്. പക്ഷേ കുറച്ചും കൂടെ ഒരു പെർഫോമൻസ് അതായത് യൂസ് ചെയ്യുന്ന രീതി മാറ്റം വന്നിട്ട് നമുക്ക് ബാറ്ററി വല്ലാണ്ട് ഡ്രെയിൻ ചെയ്യുന്നതായിരുന്നു നേരത്തെ മെയിനൊരു കംപ്ലയിൻറ്റ്. മാപ്പ് ഓൺ ആയി കഴിഞ്ഞാൽ ബാറ്ററി വല്ലാണ്ട് ഡ്രെയിൻ ആവും. ഇപ്പോഴും ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. ഇന്ന് നമ്മളൊരു ഏകദേശം 1.5 മണിക്കൂറാണ് ഓടിച്ചത്. ആ 1.5 മണിക്കൂറിൽ ഞാൻ എൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 90% 60% ആയി. നേരത്തെ ആയിരുന്നെങ്കിൽ 90% അതൊരു 40% എത്തായിരുന്നു. ഇപ്പോൾ 60 ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ പവർ കൂടുതൽ യൂസ് ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു ഇൻറ്റഗ്രേഷൻ വന്നേക്കുന്നത്. പിന്നെ വന്നേക്കുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ വാഹനം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ലീവ് ഓഫ് ചെയ്തത്. റൈഡ് മോഡ്സ് ആണെങ്കിലും നമ്മുടെ മാപ്പിലുള്ള നാവിഗേഷനിലുള്ള സെറ്റിങ്സ് ആണെങ്കിലും അത് വീണ്ടും തന്നെ റിപ്പീറ്റ് ആവും. അതായത് നമ്മൾ വീണ്ടും ഇൻപുട്ട് ചെയ്ത് ഒന്നേന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ഇങ്ങനത്തെ കുറച്ച് നൈസ് എഡിഷൻ ആകുന്നത്. പിന്നെ അതുപോലെ തന്നെ നാവിഗേഷൻ വന്നിരിക്കുന്ന വേറൊരു മാറ്റമുണ്ട്. നമുക്ക് GPX ഫയൽ അതായത് .gpx ഫയൽ നമുക്ക് നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് വെക്കാം. ആ റൂട്ട് നമുക്ക് ഫുള്ളായിട്ട് പ്ലാൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ GPX ഫയലിനെ നമുക്ക് ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ആപ്പിലൂടെ നമുക്ക് പിന്നെ മിറർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാപ്പിനെ ഉദ്ദേശിക്കുന്ന റൂട്ട് നമുക്ക് പോയിൻ്റ് ആയിട്ട് പോയിൻ്റ് ബി അല്ല നമ്മൾ പോകുന്ന വഴിയും കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ബീം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫയല് നമ്മുടെ കൂടെയുള്ള റൈഡ് വരുന്ന ആൾക്കാർക്കും അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ഓൾസോ വെരി ഗുഡ് തിങ്. ഇതൊക്കെ തന്നെ ആൾക്കാരെ കസ്റ്റമേഴ്സ് എന്നുള്ള ഫീഡ്ബാക്ക് എടുത്തിട്ടുള്ള ചെറിയ മാറ്റങ്ങളാണ്. ഞാൻ വെരി മച്ച് അപ്ഡേറ്റ്. ഇനി വന്നേക്കുന്ന പ്രൈസാണ്. ഇതിപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസായിട്ട് 2.49 lakhs-നാണ് ഈ APEX വേരിയൻറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ മേളിലേക്ക് പിന്നെ 2 കളർ വേരിയൻസ് ഉണ്ട്, ബ്ലാക്കും ഗ്രീനും. അത് 2.56 ആണ്. അതുകൂടാണ്ട് കുറച്ചും കൂടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സിയാറ്റിൻ്റെ ടയർസും ഫ്രണ്ടിൽ മെഷ് വന്നിരിക്കുന്നതും പിന്നെ ഗ്രാബ് ഹാൻഡിൽസിൻ്റെ മേളിൽ വന്നിരിക്കുന്ന കവറൊക്കെ ആയിട്ടൊരു വേരിയൻറ്റ് വന്നിട്ടുണ്ട്. അതിനും 2.49 lakhs ആണ്. ഇതൊക്കെ തന്നെ ഇപ്പോൾ ഈ വർഷം ശരിക്കും 125 years ഓഫ് റോയൽ എൻഫീൽഡാണ്. അതുപോലെ തന്നെ ഈ ഷെർപ്പ എഞ്ചിൻ്റെ 125,000 units ആണ് അവർ സെയിലിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് ആൻഡ് ദ പ്രൈസസ് വിൽ ഇൻക്രീസ്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള പ്രൈസ്. സോ കമ്മിങ് ടു മൈ വേർഡിക്റ്റ്. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ മേടിക്കാൻ ഉദ്ദേശിച്ചുള്ള ആളാണെങ്കിൽ എന്തായാലും ഈ ഒരു വാഹനം നിങ്ങൾക്കൊരു ഓപ്ഷൻ തന്നെയാണ്. ഞാൻ ഇത് തന്നെയാണ് മേടിക്കണമെന്ന് പറഞ്ഞില്ല. എന്തായാലും പക്ഷേ ഒന്നൊരു ടെസ്റ്റ് റൈഡ് നോക്കണം. ഈ പറയുന്ന വെയിറ്റ് കൂടുതലുള്ളതിൻ്റെ പ്രശ്നമൊന്നും നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ശരിക്കും പറയാൻ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ വെയിറ്റ് കൂടുതലുള്ള തന്നെ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. സോ വീണ്ടും ഞാൻ പറയുന്നു, ഈ ഒരു സെഗ്മെൻറ്റിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ കോമ്പറ്റീഷൻ ഓടിച്ചു നോക്കുക, ഇത് ഓടിച്ചു നോക്കിയിട്ട് വിച്ച് ഫീൽസ് ബെസ്റ്റ് ഫോർ യു ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഐ ഫീൽ ഫോർ മൈ സൈസ്, എൻ്റെ ഹൈറ്റിനും സൈസിനും ഒക്കെ കൂടിയിട്ട് ഈ വാഹനമാണ് ആപ്റ്റെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇതൊക്കെയായിരുന്നു പുതിയ ഈ ഗറില്ല 450 അതായത് 2026 ഗറില്ല 450 വന്നിട്ടുള്ള മാറ്റങ്ങളും റൈഡ് ചെയ്തിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ വാഹനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് അറിയാൻ സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും അറിയിക്കുക. ഐ വിൽ റെസ്പോണ്ട് ടു ദാറ്റ്. സോ അതൊക്കെയായിരുന്നു ഈ പുതിയ ഗറില്ല 450 വിശേഷങ്ങൾ. ഞാൻ നന്ദു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈ മലയാളം.